രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി. അപ്പം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോണോ ഗ്രോഡ്സ് ആണ്. ജോണോ ഗ്രോഡ്സ് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നത്. സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്ത നിങ്ങളിൽ പലരും നമ്മളെ അമ്പരപ്പിക്കുന്ന ഈ കേബിൾ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ക്യൂൻസ്ഫെറി ക്രോസിംഗ് ബ്രിഡ്ജ്. 1.7 മൈൽസ് നീളമുള്ള ഈ ബ്രിഡ്ജ് ദ ലോങ്സ്റ്റ് 3 ടവർ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യു കെയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ബ്രിഡ്ജും കൂടിയാണ് ഇത്. ഈ ബ്രിഡ്ജിന്റെ സെന്റർ ടവർ ഡെക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് ബാലൻസ്ഡ് കാൻഡിലിവർ ആയി ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ വന്ന 4th ബ്രിഡ്ജാണ്. അത് ഇവിടുത്തെ റെയിൽവേ ബ്രിഡ്ജും കൂടിയാണ്. ഈ 4th ബ്രിഡ്ജ് ഒരുപാട് ഫിലിംസിന്റെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളം ഫിലിമായ ആഡം ജോണിൽ പൃഥ്വിരാജും നരനും കൂടെ ഈ 4th ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. ഇനി നേരെ നമ്മൾ ഹൈലാൻഡിലേക്കുള്ള റോഡിലോട്ടാണ് കയറുന്നത്. നമ്മൾ ഇവിടുന്ന് മെയിനായിട്ട് ഡൺഫർമിലിൻ, പെർത്ത്, പിറ്റ്ലോക്കറി, പിന്നെ നമ്മൾ ഹൈലാൻഡിന്റെ ക്യാപിറ്റലായ ഇൻവെർണസ്, അവിടെ നിന്ന് നമ്മൾ NC500 റോഡിലേക്ക് കയറുകയാണ്. NC500 റോഡിലേക്കൂടെ പോയാണ് നമ്മൾ ജോണോ ഗ്രോഡ്സിൽ എത്തുന്നത്. ഓൾമോസ്റ്റ് എൻഡ് പോയിന്റ് ആണ്. അവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് NC500ലെ ഒരു അടിപൊളി സ്ഥലമായ വിക്കിലാണ്. വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. സ്കോട്ട്ലൻഡിലേക്ക് റോഡ് ട്രിപ്പും ഹോളിഡേയ്സും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് വരാൻ പ്ലാൻ ഇടുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കാറുണ്ട്. ഈ സ്ഥലമൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് വരേണ്ടത്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഡൗട്ടും അടിക്കേണ്ട കാര്യമില്ല സ്കോട്ട്ലൻഡിലേക്ക് വരാനായിട്ട്. കാരണം വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലായിടത്തും വ്യൂ പോയിന്റ്സ് ഉണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വേണം, നല്ലൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക, നല്ലൊരു വീക്കിലുമായിട്ട് വരിക. സ്കോട്ട്ലൻഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലോലാൻഡ്, പിന്നെയുള്ളത് ഹൈലാൻഡ്. ഹൈലാൻഡ് എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ കുറച്ച് ഹൈ ആയിട്ടുള്ള ലാൻഡ്. ലോലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഡിൻബറ, ഗ്ലാസ്കോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സെൻട്രൽ സ്കോട്ട്ലൻഡ്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് ഹൈലാൻഡിലോട്ട് കയറുന്നത്. ഹൈലാൻഡിലോട്ട് കയറി കഴിഞ്ഞിട്ട് ഹൈലാൻഡിന്റെ ക്യാപിറ്റലായ ഇൻവെർണസിൽ എത്തും. ഇൻവെർണസിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ NC500 എന്ന് പറയുന്ന റോഡ് തുടങ്ങുന്നത്. അതായത് നോർത്ത് കോസ്റ്റ് 500 എന്ന് പറയുന്ന റോഡ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് മുന്നോട്ട് കാണാം. നമ്മൾ ഇന്ന് ജോൺ ഓഫ് ഗ്രോഡ്സിലോട്ടുള്ള യാത്രയിലാണ്. ടു ഹൈലാൻഡ് എന്നുള്ള ആ സൈൻ ബോർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഹൈലാൻഡിലേക്ക് വരുമ്പം ഇതൊന്ന് ഇവിടെ നിർത്തി ഒന്ന് കാണുക. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. വീട്ടിൽ നിന്ന് രാവിലെ തിരിച്ചാണ്. ഇന്ന് ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കോൾഡ് വെതർ ആണ്. അപ്പം നമ്മളൊരു ഉച്ചയോടുകൂടി അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ഡ്രൈവ് തന്നെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നിർത്താൻ വിട്ടുപോയി. അതിപ്പോ ഓർത്ത് ഇപ്രാവശ്യം അപ്പൊ എന്തായാലും ഇവിടെ നിർത്തി. സംഭവം ഇത് ലോക്നെസിന്റെ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ലോക്നെസ്സില് നെസ്സി എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ, ഒരു സീ ക്രീച്ചർ ഉണ്ടെന്നാണ് ഇവിടെ ഒരു മിത്തിക്കൽ സ്റ്റോറിയാണ്. യു കെയിൽ ഒരു സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കോട്ടിഷ് ഐലാൻഡും നോർത്ത് കോസ്റ്റ് 500ഉം സ്കോട്ട്ലൻഡിലെ മനോഹരമായ ഐലൻഡുകളുമായിരിക്കും ആ സ്വർഗതുല്യമായ കാഴ്ച നമ്മൾക്ക് നൽകുന്നത്. സ്കോട്ടിഷ് ഹൈലാൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ ഹൈലാൻഡിൽ എവിടെയെങ്കിലും അക്കോമഡേഷൻ എടുക്കുക. നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 3 ദിവസം കൊണ്ട് ഹൈലാൻഡിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ട് അത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് NC500 റോഡ് ട്രിപ്പ് മാത്രമാണ് പ്ലാനെങ്കിലും നിങ്ങൾ ഹൈലാൻഡിന്റെ ക്യാപിറ്റലായ ഇൻവെർണസിനോ അതിനോ അടുത്ത് എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ റോഡ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്ന. ഈ വർഷങ്ങളിലെല്ലാം എന്റെ സന്തത സഹചാരിയായിരുന്ന UK എന്റെ ആദ്യത്തെ കാർ ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. D4D ഡീസൽ എഞ്ചിന്റെ കരുത്തെന്താണെന്ന് അറിയണമെങ്കിൽ ഇവനെ ഡ്യുവൽ കാരേജ് വേയിലോ മോട്ടോർ വേയിലോട്ടോ ഒന്ന് അഴിച്ചു വിടണം. എന്നെ ഒന്ന് ഉപയോഗിക്കോ എന്ന് പറഞ്ഞ് പവർ ഇങ്ങനെ എരച്ചു നിൽക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ കാടും മലയും എത്ര റഗഡ് റോഡുകൾ ഇവൻ കയറി പൊക്കോളും. ബ്രേക്ക് ഡൗൺ എന്നുള്ള വേർഡ് ഇവന്റെ ഡിക്ഷണറിയിലില്ല. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഹൈലാൻഡിന്റെ സെൻട്രലിൽ തന്നെയുള്ള ന്യൂട്ടൺമോ എന്ന സ്ഥലത്തെ റെയില കഫേയിലാണ് നമ്മൾ പോണത്. ഒരു ഹൈലാൻഡ് കൗവിന്റെ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ലോങ് ട്രിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു 2.5 hours കൂടുമ്പോൾ ഒരു സർവീസ് ബ്രേക്ക് എടുക്കുക. സർവീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഫേയിലോ നിർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നല്ലതായിട്ടൊന്ന് റിഫ്രഷ് ആകുക. വാഹനത്തിൽ തന്നെ നിങ്ങൾക്ക് സാൻഡ്വിച്ചസ്, റാപ്പ്, ചോക്ലേറ്റ്, കോഫി, ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ അത്യാവശ്യം വേണ്ടതുപോലെ കരുതുക. കൈമാറി ഓടിക്കാനായിട്ട് നമ്മുടെ കൂടെ ആരുമില്ല. വൈഫും ഡോട്ടറുമാണ് ഉള്ളത്. രണ്ടുപേരും ഡ്രൈവ് ചെയ്യില്ല. പക്ഷെ അവർക്ക് ഐലാൻഡിലെ റോഡുകളൊക്കെ നല്ല കാണാപ്പാടമാണ്. അതുപോലെ തന്നെ നല്ല അലർട്ടായിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത്. റോഡ് സൈൻസ് ഒക്കെ നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നോട് പറയുകയും ചെയ്യും.
അപ്പോൾ ഹൈലാൻഡിലെ റോഡിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ ഇൻവെർണസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെർണസ് ഹൈലാൻഡിന്റെ ക്യാപിറ്റലാണ്. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു അടിപൊളി കാഴ്ചയുണ്ട്. അതാണ് ടൊമാറ്റിൻ ഡിസ്റ്റിലറി. ഈ ഡിസ്റ്റിലറിയുടെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു 2-3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മിസ്സാകരുത്. ഇപ്പോൾ ഒരു ജാപ്പനീസ് കമ്പനിയാണ് സ്കോട്ടിഷ് കമ്പനിയോടുകൂടി ചേർന്ന് ഈ ഡിസ്റ്റിലറി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ വേറൊരു കാര്യം കൂടെ കണ്ടു. ഹൈലാൻഡിൽ 2028 വരെ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാഫിക് ഫേസ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ജോൺ ഓഫ് റോഡ്സിൽ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 7 അവേഴ്സ് ആയി. ഒരു 6 അവേഴ്സ് കൊണ്ട് തീർക്കേണ്ട ജേർണി 7 അവേഴ്സ് അടുത്താണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇൻവെർണസ് എത്തിയിരിക്കുകയാണ്. ഇൻവെർണസ് പറഞ്ഞപ്പോഴാണ് ഇവിടെ നമുക്കൊരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ജോർജസ് സൗത്ത് ഇന്ത്യൻ തായ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെർണസിൽ സിറ്റിയിൽ എത്തുമ്പോൾ മലയാളി ഫുഡ് കഴിക്കണമെങ്കിൽ ആ റെസ്റ്റോറന്റിൽ കയറിയാൽ മതി. ഇൻവെർണസ് എത്തുമ്പോൾ തന്നെ നമുക്ക് നോർത്ത് കോസ്റ്റ് 500ന്റെ കുറെ സൈൻ ബോർഡ്സ് കാണാൻ പറ്റും. അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ വെച്ചിട്ട് തഴ്സോ, വിക്ക്, ജോൺ ഓഫ് റോഡ്സ്, ഉള്ളാപ്പുൾ എന്നിങ്ങനെ കുറെ സ്ഥലങ്ങളുടെ സൈൻ ബോർഡ്സ് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടുന്ന് നമുക്ക് കെസോക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട്. ഈ കെസോക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ NC 500ന്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഈ കെസോക്ക് ബ്രിഡ്ജും ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. നമ്മുടെ ലൈഫിന് ബ്രിഡ്ജസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ടല്ലേ. നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ബ്രിഡ്ജസ് വേണം. തിരിച്ചു എന്തെങ്കിലും ഒരു അപകടം പറ്റി തിരിച്ചു വരണേൽ നമുക്ക് ബ്രിഡ്ജസ് വേണം അല്ലെ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരിക്കലും ഒരു പാലം നശിപ്പിച്ചു കളയോ കത്തിച്ചു കളയോ ചെയ്യരുതെന്ന്. അപ്പോൾ ലൈഫിൽ നമ്മളെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വല്ലപ്പോഴും ഒക്കെ ഓർക്കുക, വല്ലപ്പോഴും ഒക്കെ അവരെ ഒന്ന് വിളിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. ചിലരൊക്കെ പാലം കടക്കുപോലും നാരായണ പിന്നെ കൂരായണ എന്നാണ്. കണ്ട പരിചയം പോലും നമ്മളോട് കാണിക്കാറില്ല. അവരൊക്കെ എന്തോ വലിയ ഉന്നതിയിൽ എത്തിയെന്നുള്ള ഒരു ഭാവത്തിലും അഹങ്കാരത്തിലും ഒക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഒന്നോർക്കുക, നമ്മൾക്കൊരു പാലം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ലായിരുന്നു. ആ പാലം ചിലപ്പോൾ പല രൂപത്തിലായിരിക്കും നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ചിലപ്പോൾ നമ്മളെ ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ലൈഫിൽ എവിടെങ്കിലും എത്തിച്ചേരാനായിട്ട് സഹായിച്ചത്. എന്റെ ജീവിതത്തിൽ അങ്ങനെ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്കും ഞാൻ എക്സ്ട്രീം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയപ്പോൾ എന്നെ ഒട്ടും പരിചയമില്ലാത്ത വേറൊരു രാജ്യത്തിരുന്ന ഒരാളാണ് എന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കി എന്നെ സഹായിച്ചത്. ആ പാലമൊക്കെ നോക്കുമ്പോൾ ഈ പാലമൊക്കെ വെറും ചെറിയ പാലം മാത്രം. എന്റെ ഇമോഷനും അടുപ്പിച്ച് നമുക്ക് യാത്രയുടെ ഒരു ഭംഗി കളയണ്ട. നമ്മൾ NC 500 ഓൾമോസ്റ്റ് കടന്നു. എന്താണ് NC 500 എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ NC 516 എന്ന് വേണം ഇതിനെ വിളിക്കാനായിട്ട്. കാരണം 516 മൈൽസ് ആണ് NC 500 റോഡിലുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ അടിപൊളിയായിട്ട് കാണാൻ പോണെന്നറിയോ? സ്റ്റണ്ണിങ് കോസ്റ്റൽ സീനറീസ്, വൈറ്റ് സാൻഡി ബീച്ചസ്, റഗഡ് മൗണ്ടൻസ്, റിമോട്ട് ഫിഷിംഗ് വില്ലേജസ്, ഒരുപാട് ഹിഡൻ ജെംസ്, അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാനാകാത്ത ചില സ്റ്റണ്ണിങ് കാഴ്ചകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ റോഡ് ട്രിപ്സ് എന്നാണ് NC 500 അറിയപ്പെടുന്നത്. ഞാൻ NC 500 കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടില്ല. കുറച്ചൊരു ഭാഗം മാത്രമേ എനിക്കിനി കവർ ചെയ്യാനുള്ളൂ. ഈ ഒരു 5 വർഷവും ഞാൻ NC 500ലെ ഏറ്റവും മോസ്റ്റ് അവാർഡ് വിന്നിംഗ് പ്ലേസസിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ സ്ഥലത്തെ ഏറ്റവും നല്ല അട്രാക്ഷൻസും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഒരു 4-5 ദിവസം എല്ലാ വർഷവും സ്പെൻഡ് ചെയ്താണ് ഞാൻ NC 500ലെ യാത്രകൾ തീർക്കുന്നത്. NC 500നെ നമുക്ക് 6 ഡിവൈഡ് ചെയ്യാം. നമുക്ക് സൗത്തിലായിട്ട് ഇൻവെർണസ് ഷെയർ, പിന്നെ ഈസ്റ്റിൽ വരുമ്പോൾ ബ്ലാക്ക് ഐല്, ഈസ്റ്റർ ക്രോസ്, നേരെ മുകളിൽ അതായത് ഏറ്റവും എൻഡിലാണ് നമ്മൾ കെയ്ത്ത്നെസ്, പിന്നെ നമ്മൾ വെസ്റ്റിലോട്ട് വരുമ്പം സദർലാൻഡ്, വെസ്റ്റർ ക്രോസ്, അങ്ങനെ തിരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇൻവെർണസിൽ തന്നെ വന്ന് ഉള്ള ആ ഒരു 516 മൈൽസ് ആണ് NC 500. ഇപ്പോൾ പറഞ്ഞ 6 സ്ഥലങ്ങൾ വെറും ഡയറക്ഷൻസ് മാത്രമാണ്, അല്ലെങ്കിൽ മെയിൻ ഒരു ലൊക്കേഷൻസ് ഏതൊക്കെയാന്ന് മാത്രം പറയാനുള്ള ഒരു കോമ്പസ് ആയിട്ട് വേണം നമുക്ക് ഇതിനെ കാണാം. പക്ഷേ ഇതിന്റെ ഉള്ളിലാണ് ബാക്കി എല്ലാ മനോഹരമായ സ്ഥലങ്ങളും ഉള്ളത്. അത് നിങ്ങൾക്ക് NC 500ന്റെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ NC 500ലെ ബെസ്റ്റ് പ്ലേസസ് ഇൻ NC 500 അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ NC 500ലെ ഏതൊക്കെയാണ് അടിപൊളി സ്ഥലങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നത് NC 500ന്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതിലെ കൂടെയുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഒത്തിരി ഓവർ സ്പീഡ് എടുക്കരുത്. 50, 60, 40 ചില സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കും 30, 20 ഒക്കെ ആയിരിക്കും സ്പീഡ്. എല്ലായിടത്തും ക്യാമറാസ് ഉണ്ട്. NC 500ൽ പോയി അഭ്യാസം കാണിച്ചവരെയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക. എല്ലാവരും വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആരും ഒരു ഹോൺ അടിച്ച് ഒരു ശല്യം ഉണ്ടാക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NC 500ലേക്ക് ഒരുപാട് സൈക്ലിസ്റ്റുകൾ പോകുന്നുണ്ട്. അവരെ ഒന്നും ശല്യപ്പെടുത്തുകയോ ആക്സിഡന്റിലൊന്നും നിങ്ങൾ ചെന്ന് പെടരുത്. ഇത് നമ്മുടെ NC 500ന്റെ ഒരു വലിയൊരു റോഡിലേക്ക് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്.
നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് സദർലാൻഡിലേക്കാണ്. നോർത്തേൺ ഹൈലാൻഡിലെ ഏറ്റവും വലിയ കൗണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് സദർലാൻഡിനെ വിളിക്കാം. നമ്മുടെ പണ്ടത്തെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും വലിയൊരു നാട്ടുരാജ്യമായിരുന്നു ഈ സദർലാൻഡ്. സദർലാൻഡിലെ ഒരു കിടുക്കം പ്ലേസ് ആണ് ഡൊർണോക്ക്. ഡൊർണോക്കിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആദ്യം NC500 ലൊക്കേറ്റ് ചെയ്ത സ്ഥലമായിരുന്നു ഡൊർണോക്ക്. ഡൊർണോക്കിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാ പേജിലുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. ഇവിടെ നമുക്ക് കാണേണ്ട ഒരു സംഭവമാണ് ഗോൾസ്പി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഡൺറോബിൻ കാസിൽ. UK ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാസിൽ എന്നുള്ള അവാർഡ് എല്ലാ വർഷവും കിട്ടുന്ന ഒരു കാസിലാണ് ഡൺറോബിൻ കാസിൽ. ഒരിക്കലും മിസ് ചെയ്യില്ല. ഇതിന്റെ ഒക്കെ വീഡിയോ ഇൻസ്റ്റയിലുണ്ട്. നമുക്ക് അധികം വ്യൂവേഴ്സ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടൊന്നും ഇതൊന്നും അധികം വ്യൂ ചെയ്യപ്പെട്ടിട്ടില്ല. ഡൊർണോക്കിൽ നിന്നും ഡൺറോബിൻ കാസിലേക്കുള്ള ആ ഒരു NC500 റോഡാണിത്. കോസ്റ്റൽ റീജിയനും അതുപോലെ തന്നെ മലകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഡ്രൈവാണ് ഇത്. ഫാന്റാസ്റ്റിക് ഡ്രൈവാണ്. സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് ലെവലിലാണ് NC500. NC500 ഇഷ്ടംപോലെ നമുക്ക് വ്യൂ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വ്യൂസും നമുക്ക് കാണാൻ പറ്റും. നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു സമയം കൂടെ കിട്ടും. ആ പ്രകൃതി ഭംഗി നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. നമുക്ക് മൈൻഡിന് ഒരു വലിയൊരു റിലാക്സേഷൻ ആണ് ഈ ഡ്രൈവിലൂടെ നമുക്ക് തരുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ മാറി നമ്മൾ ശരിക്കും നേച്ചറുമായിട്ട് ശരിക്കും നല്ല ഒരു എന്നാ പറയുന്നത് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പം ജോൺ ഓഫ് ഗ്രോഡ്സ് അങ്ങ് ദൂരെയാണ്, ചവിട്ടിട്ടും ചെല്ലുന്നില്ല. എനിവേ വിട്ടടിച്ച് പോയേക്കാം. NCയിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കത്തില്ല. മനസ്സ് മടുക്കാത്തതുകൊണ്ട് ശരീരം തളരത്തില്ല. ശരീരം തളരാത്തതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അലേർട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടമുള്ള ട്രാവൽ സോങ്സ് ഒക്കെ ഇട്ട് പോപ്പ് മ്യൂസിക്കോ ജാസ് മ്യൂസിക്കോ റാപ്പ് മ്യൂസിക്കോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റത്തിന്റെ ഹൈ ക്വാളിറ്റി സൗണ്ട് ഒക്കെ എൻജോയ് ചെയ്ത് തകർത്തു വാരി എത്ര ദൂരം വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. NC500 നമ്മുടെ ജേർണി സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ ഒരു 7 അവേഴ്സോളം എടുത്തു. ജോൺ ഓഫ് ഗ്രോഡ്സിലെത്തി. ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ ജോൺ ഓഫ് ഗ്രോഡ്സിലേക്ക് കയറുകയാണ്. ജോൺ ഓഫ് ഗ്രോഡ് സൈൻ പോസ്റ്റ് ആണ് ഇനി നമ്മൾ ഉള്ളിൽ കാണാൻ പോകുന്നത്. നിങ്ങളിൽ പലരും ജോൺ ഓഫ് ഗ്രോഡ്സിൽ എത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ? ജോൺ ഓഫ് ഗ്രോഡ്സിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ ഒരു 500 ഇയേഴ്സിന് മുമ്പ് സ്കോട്ടിഷ് മൊണാർക്കായിരുന്ന കിങ് ജെയിംസ് IV റെയിൻ ടൈമില് ഡച്ച് സിറ്റിസൺസ് ആയിരുന്ന യാൻഡി ഹ്രൂഡ്സും അദ്ദേഹത്തിന്റെ 2 ബ്രദേഴ്സും ഇവിടെ നിന്നും ഓർക്കിണി ഐലൻഡിലേക്ക് ഒരു ഫെറി സർവീസ് നടത്തിയിരുന്നു. ഫെറിയുടെ ചാർജ് ആയിട്ട് യാൻഡി ഹ്രൂഡ്സ് ഒരു ഗ്രോട്ട് കോയിൻ ആയിരുന്നു, അന്നത്തെ ബ്രിട്ടീഷ് കോയിൻ ആയിരുന്ന ഒരു ഗ്രോട്ടായിരുന്നു ചാർജ് ചെയ്തിരുന്നത്. അതായത് ഇന്നത്തെ 4 പെൻസ് ആയിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഫെറി ചാർജ്. അങ്ങനെ ഈ ഗ്രോട്ട് കോയിൻ ഫെറി സർവീസിനായി യൂസ് ചെയ്തുകൊണ്ട് ഡച്ചുകാരനായ ഗ്രൂട്ടിന്റെ പേര് മാറി ഗ്രോട്ട് എന്നായി. അങ്ങനെയാണ് ജോൺ ഓഫ് ഗ്രോഡ്സ് എന്നുള്ള ഈ പേര് ഇദ്ദേഹത്തിന് കിട്ടിയതും ഈ സൈൻ പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതും. നോർത്ത് കോസ്റ്റിലെ ഈ സ്ഥലവും ഇതിനോടുള്ള ചേർന്നുള്ള സ്ഥലങ്ങളുടെ ഒക്കെ ഡെവലപ്മെന്റിന് യാൻഡി ഹ്രൂട്ടും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ തൊട്ടടുത്തുള്ള കെയ്നിസ് ബേയിലെ പാരിഷ് ചർച്ച് യാർഡിലാണ് ബെറി ചെയ്തിരിക്കുന്നത്. ജോൺ ഓഫ് ഗ്രോഡ്സിന് തൊട്ടടുത്തുള്ള ഈ സ്റ്റണ്ണിങ് കളേർഡ് നോഡിക് അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ സ്റ്റൈൽ ബിൽഡിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് UK വൈക്കിങ്സിന്റെ ഇൻവേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്കോട്ട്ലൻഡ് ഒക്കെ അവർ കൈയടക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ വൈക്കിങ്സ് എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻസ് ആണ്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഇൻവേഡ് ചെയ്തിരുന്നത്. വളരെ ബുദ്ധിമാന്മാരായ കരുത്തരായ ആൾക്കാരായിരുന്നു വൈക്കിങ്സ്. കാരണം ഇവര് ബ്രിട്ടീഷ് ജനതയെ ശരിക്കും വിറപ്പിച്ചാണ് ഇവിടെ നിർത്തിയിരുന്നത്. കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു വൈക്കിംഗ് കിങ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കെന്യൂട്ട് ദ ഗ്രേറ്റ്. പിന്നീട് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റിന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് ജനത വൈക്കിങ്സിനെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചത്. അപ്പോൾ അതാണ് ജോൺ ഓഫ് ഗ്രോഡ്സിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഒരു ബ്രിവറി ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ റെസ്റ്റോറൻറ്റ്സുകൾ 2 ഉള്ളത്. അതിലൊരു മെയിൻ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഒടുക്കത്തെ പ്രൈസ് ആണ്. ഞങ്ങൾ 3 പേരും കൂടെ ഫിഷ് ആൻഡ് ചിപ്സ് മീൽ കഴിച്ചു. ഏകദേശം 50 പൗണ്ട്സിനടുത്തായി. കാരണം അവരാണ് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരേ ഒരു റെസ്റ്റോറന്റ്. കാരണം ഇത് ഒത്തിരി റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കരുതിക്കൊള്ളുക, ഇല്ലെങ്കിൽ പേഴ്സ് കാലിയാവും. NC500 പുറകിൽ ചെറിയൊരു സ്കാം ഉണ്ട് കേട്ടോ. കുറെ അധികം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ജോൺ ഓഫ് ഗ്രോഡ്സ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് മോസ്റ്റ് പോയിന്റിലെത്തി, ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത റൂട്ട് പിടിച്ച് NC500 കംപ്ലീറ്റ് ചെയ്ത് ഇൻവെർണസിൽ എത്താവുന്നതാണ്. എന്നാൽ ബ്രിട്ടന്റെ മോസ്റ്റ് നോർദേർലി പോയിന്റ് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിന്റെ എൻഡ് എന്ന് പറയുന്നത് ഡണറ്റ് ഹെഡ് ആണ്. ഡണറ്റ് ഹെഡും ഡണറ്റ് ഹെഡ് ലൈറ്റ് ഹൗസുമാണ് നമ്മുടെ നോർദേർലി
പോയിന്റ്, മോസ്റ്റ് നോർദേർലി പോയിന്റ്, അത് ജോണോ ഗ്രോഡ്സിൽ നിന്നും ഒരു 16 മൈൽസ് കൂടെ മാറിയാണ് ആ സ്ഥലം. ഞാനൊരു ബ്രിട്ടീഷ് ട്രാവൽ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്, അതിലെ ട്രാവലറാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അങ്ങനെയാണ് ഞാൻ എന്തായാലും ഡണറ്റ് ഹെഡിൽ എത്തിയത്. ഡണറ്റ് ഹെഡിന്റെ റീൽസ് ഇൻസ്റ്റാ പ്രൊഫൈലിലുണ്ട്, അതുപോലെ തന്നെ ഫുൾ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് ഡണറ്റ് ഹെഡ് ഞാൻ കംപ്ലീറ്റ്ലി ചെയ്യുന്നതാണ്. സമയക്കുറവുള്ളതുകൊണ്ടാണ് വീഡിയോസ് അധികം യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഒരു റെഗുലേറ്റഡ് ബോഡിയിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അധികം സമയം കിട്ടാറില്ല. പ്രത്യേകിച്ചും നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ലോങ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോണോ ക്രോഡ്സിൽ വന്നിട്ട് തിരിച്ചു പോകല് അതൊരു സ്കാം ആണ്. നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. സ്കോട്ട്ലൻഡിൽ നിങ്ങൾ യാത്രയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, സ്കോട്ട്ലൻഡിന്റെ ആ ഒരു പഴയ സ്കോട്ടിഷ് കൾച്ചറും ആ ഒരു എന്നാ പറയുന്നത് വൈക്കിങ്സ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു സ്കാൻഡിനേവിയൻ കൾച്ചർ ഇപ്പോഴും സ്കോട്ട്ലൻഡിലുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ബ്രിട്ടീഷുകാരെ അപേക്ഷിച്ച് കുറെ കൂടെ വ്യത്യസ്തരായ ആൾക്കാരാണ്. അവരുടെ കൾച്ചറും ആ ഒരു വെൽക്കമിങ്ങും ഒക്കെ ഒരു ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്ക് 3.5 പൗണ്ട് എന്തോ ആണ് നമുക്ക് പാർക്കിംഗ് ചാർജ് ആയിട്ട് ഒരു ഹോൾ ഡേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ജോണോ ഗ്രോഡ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് വൈകുന്നേരം നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ വിക്കിലാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും സ്റ്റണ്ണിങ് ഒരു കോസ്റ്റൽ റീജിയൻ ആണ് വിക്ക്. വിക്കിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ എല്ലാം സമയം കിട്ടുന്നതനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ വാച്ച് ചെയ്യുന്നവർക്കും ഇൻസ്റ്റാ വാച്ച് ചെയ്യുന്നവർക്കും ഒക്കെ നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. NC എൻജോയ് ചെയ്യുക.